So hi, my name is Sajit and I'm a knee dropper. ഫസ്റ്റ് ഓഫ് ഓൾ ഇനി ഇപ്പോൾ നവംബർ 28 കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു 5 മാസം, കറക്റ്റ് ഒരു 5 മാസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നീറ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഈ ഈ കുറച്ച് മാസങ്ങളായിട്ട് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഒരു 7 മാസം 6 മാസം കണ്ടായിട്ട് എനിക്കൊന്നും പുസ്തകം മര്യാദക്ക് തൊടാനും കൂടെ പറ്റിയിട്ടില്ല. സോ എൻ്റെ കയ്യിൽ ഇപ്പായിട്ട് ഓൺലൈൻ കോഴ്സില്ല, ഓഫ്ലൈൻ കോഴ്സില്ല, ഒരു ക്രാഷ് കോഴ്സില്ല, ഒരു ഉണ്ടേയില്ല. അയ്യോ ഒന്നുമില്ല. അപ്പം ഇനി എങ്ങനെ ഈ 5 മാസം കറക്റ്റ് യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ എങ്ങനെ നീറ്റ് ക്രാക്ക് ചെയ്യുമെന്നുള്ള സീരീസാണ് നമ്മളിപ്പോൾ തുടങ്ങാൻ പോണത്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഓൺലി ഹാഡ് മൈ പ്രീവിയസ് ഇയർ നോട്ട് ബുക്സ്. +1 +2 ഉണ്ടായ ഫുൾ നോട്ട് ബുക്ക് എൻ്റെ ഉണ്ട്. അത് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും എൻ്റെ കയ്യിൽ എല്ലാ ഇതും ഉണ്ട്, എല്ലാ നോട്ടും ഉണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ മൊഡ്യൂൾസ് ഇരിക്കുന്നുണ്ട്, കുറച്ച് മൊഡ്യൂൾസ് ഇരിക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കാണിച്ചു തരാം. സോ ലുക്ക് അറ്റ് ദിസ്, ഐ ഹാഡ് മൈ മൊഡ്യൂൾസ്. എൻ്റെ മറ്റേ മൊഡ്യൂൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ മറ്റേ PYQ മാത്രമേ ഉള്ളൂ, PYQ മാത്രമുള്ള ബുക്കാണ്. ഇത് ഞാൻ വാങ്ങിച്ചത്, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല. ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി എന്തിട്ടാണ് ബ്രില്യൻ്റ് പാലയിൽ പഠിച്ചിരുന്നപ്പോൾ കിട്ടിയ മോഡ്യൂളാണ്. അപ്പം എനിക്ക് ആ മോഡ്യൂൾ തന്നതാണ്. ഇതാണ് മറ്റേ വർക്ക് ബുക്കിൻ്റെ മോഡ്യൂള്. പിന്നെ വേറെ മോഡ്യൂൾസൊക്കെ ഇരിക്കുന്നുണ്ട് സൈറ്റിൽ. അത് ഇപ്പം കയ്യെത്തണത്തില്ല, അല്ലെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തന്നായിരുന്നു. പിന്നെ എൻ്റെ NCERT ഉണ്ട്, 2 NCERT ഉണ്ട്. ഈ NCERT ആണ് മെയിൻ. എൻ്റെ നോട്ട് കാണിച്ചു തരാം. അതിൻ്റെ നോട്ട് ഇതിപ്പോൾ ആനിമൽ കിങ്ഡത്തിൻ്റെ നോട്ടാണ് ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ചുമ്മാ റിവൈസ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ആനിമൽ കിങ്ഡം എൻ്റെ സെറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഇഷ്ടപ്പെട്ട ചാപ്റ്ററാണ് ആനിമൽ കിങ്ഡം. ആൾക്കാർ ഭയങ്കര എക്സാജറേറ്റ് ആയിട്ട് പറയണേ ആനിമൽ കിങ്ഡം ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ചാപ്റ്റർ ഇൻ ദ നീറ്റ് സിലബസ്. ബട്ട് അങ്ങനെയല്ല. നീറ്റിൽ എന്തുട്ടാണ് ഏറ്റവും സിമ്പിളായിട്ട് പഠിച്ചു വെക്കാൻ പറ്റിയ ചാപ്റ്ററാണ് ഇത്. എനിക്ക് ഇതിൽ അങ്ങനെ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുള്ള മറ്റേ കോഡേറ്റ്സിൻ്റെ ഭാഗമാണ്. നോൺ കോഡേറ്റ്സ് ഒന്നും ഒരു പ്രശ്നമില്ല, കോഡേറ്റ്സാണ് പ്രശ്നം. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് മാത്രമേ പഠിച്ചെടുക്കാൻ കുറച്ച് പാട്. അത് എനിക്ക് പഠിച്ചെടുക്കാനായിട്ട് ഞാൻ എൻ്റെ ചുമരിൽ തന്നെ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ട സൈക്കിൾ സ്പോഞ്ചില, യു സ്പോഞ്ച്, ടൈനിയ, ഫാസിയോല, അത് മിസിയ, ഫൈസിലും, പെനറ്റുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ പ്ലാൻ കിങ്ഡത്തിൻ്റെ അങ്ങനെ കുറച്ച് ഷോർട്ട് നോട്ട്സ്. ഇതൊക്കെയാണ് എൻ്റെ പണി. 5 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കുറേ പെടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഇനി ഒരു ഡ്രോപ്പ് എടുക്കാനുള്ള ഒരു ചാൻസ് ഇനി കിട്ടിയെന്ന് വരില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എനിക്ക് 20 വയസ്സായി. ഇനി എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന പിള്ളേർ ഇപ്പോൾ സെക്കൻഡ് ഇയറാണ് ആവാൻ പോണത്. അപ്പോൾ കോളേജ് സെക്കൻഡ് ഇയർ, MBBS അല്ല, വേറെ BCom, അങ്ങനത്തെ BCom അല്ല, മറ്റേ നേഴ്സിങ്ങിനും റേഡിയോളജിയൊക്കെ പോയിട്ട് സെക്കൻഡ് ഇയർ ആവാനായി. അപ്പം അച്ഛൻ പറയണേ എല്ലാവരും ഇങ്ങനെ പഠിക്കുന്നത്, അപ്പം നീ പെട്ടെന്ന് വേറെ കോളേജിൽ പോകാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ ഡ്രോപ്പ് എടുത്തിരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് എൻ്റെ ഈഗോ സമ്മതിക്കില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു വിശ്വാസമില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു. എന്നെക്കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ടോക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരനുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആ ചെക്കൻ്റെ അമ്മ എന്നോട് ചോദിച്ച് മോൻ എന്ത് ചെയ്യണ്? അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ നീറ്റ് പ്രിപ്പയർ ചെയ്യാണ്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ ചേച്ചി നീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ ചേച്ചിക്ക് കിട്ടിയില്ല. ആ ചേച്ചിക്ക് കിട്ടാത്തതുകൊണ്ട് ആ ചേച്ചി NCERT ആ ചേച്ചി നേരെ BSc നേഴ്സിംഗ് പഠിക്കാൻ പോയി. എന്നിട്ട് ഇപ്പോൾ BSc നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ കറക്റ്റ് എൻ്റെ മുഖത്തുണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയുടെ മുഖത്ത് കറക്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ മോൾക്ക് കിട്ടിയില്ല, അപ്പം നിനക്കും കിട്ടൂല, അങ്ങനത്തെ ഒരു ഭാവം കറക്റ്റ് ഉണ്ടായിരുന്നു. എനിക്കത് കണ്ടിട്ട് എനിക്ക് നല്ല ചീത്ത പറയണതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വയസ്സിനായിട്ട് കൂത്തല്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല, റെസ്പെക്റ്റൊക്കെ കൊടുക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോട്ടെ, എനിക്ക് ഇങ്ങനെ ഉണ്ട്, ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ ചാടിപ്പോന്നു നേരെ. അപ്പം അപ്പോഴത്തേക്കുള്ളൊരു മെൻറ്റാലിറ്റിയാണ് എനിക്ക്. ഇങ്ങനെ പഠിച്ച് പാസ്സായിട്ട് ലഡ്ഡു കൊണ്ട് കൊടുക്കണം, പാസ്സായി നമ്മൾ ലഡ്ഡു കൊണ്ട് കൊടുക്കില്ല, അതുകൊണ്ട് കൊടുക്കണമെന്ന്. പിന്നെ ഡ്യൂ ടു സം ഹെൽത്ത് പ്രോബ്ലംസ് എനിക്ക് എൻ്റെ കുറേ
മാസങ്ങൾ വെറുതെ പോയി. പിന്നെ എൻ്റെ സിലബസ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ടൈമായിരുന്നു ഇപ്പോൾ പോയത്. പിന്നെ ഇനി കഴിഞ്ഞു പോയൊക്കെ പോട്ടെ, ഇനി കഴിഞ്ഞു പോയ സമയമൊന്നും എനിക്ക് കിട്ടില്ല. ഇനി ചെയ്യാൻ പറ്റിയ എന്തൊക്കെയാണെന്ന് ചെയ്യണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതേ ഡയലോഗ് തന്നെയായിരുന്നു അടിച്ചിരുന്നത്. ഇനി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോളജി കുഴപ്പമില്ല, കെമിസ്ട്രി ഓക്കെ, നോ പ്രോബ്ലം, ഈസി. പ്രോബ്ലം ഈസ് ഫിസിക്സ്. അപ്പോൾ ഞാൻ ഫസ്റ്റിൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഫിസിക്സാണ് തുടങ്ങിയത്. ഫിസിക്സിൻ്റെ മറ്റൊരു ലെക്ചറൊക്കെ ഇരുന്ന് കണ്ട്. പിന്നെ ബയോളജിയിൽ എനിക്ക് പ്ലാന്റ് ഫിസിയോളജി ഭയങ്കര ടഫാണ്. അപ്പോൾ പ്ലാന്റ് ഫിസിയോളജി ഇരുന്ന് ഞാൻ കണ്ട്. എന്നിട്ട് പ്ലാന്റ് ഫിസിയോളജി പ്ലാന്റ് ഫിസിയോളജിയുടെ NCERT വായിക്കായിരുന്നു. എന്നിട്ട് പ്ലാന്റ് ഫിസിയോളജി വായിച്ച് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കെമിസ്ട്രിയിലോട്ട് കിടക്കാൻ പോകണം. കെമിസ്ട്രിയിൽ ഇൻഓർഗാനിക്കിൽ ഒരിതുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു ഓൺലൈനിൽ ഒരു ക്രാഷ് എടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. മറ്റേ PW എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അവിടെ 3000 രൂപയ്ക്ക് എന്നിട്ടാ ഒരു ക്രാഷ് കോഴ്സ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഫുൾ സിലബസ് കവർ ചെയ്യും. ആണെങ്കിൽ നല്ല പരിപാടിയാണല്ലോ, ഫുൾ സിലബസ് കവർ ചെയ്യണത് ഈസി അല്ലേ. അപ്പോൾ നല്ല ഫാക്കൽറ്റി ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് മിക്കവാറും PW എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങളുടെ സ്റ്റഡി ഭയങ്കര ഹാർഡായിട്ട് നന്നായി പഠിച്ച് പാസ്സാവാൻ നോക്കുക. ഇനി ഒരു ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് വെറുതെ സമയം കളയരുത്. കിട്ടുന്ന സമയം യൂസ് ചെയ്യുക, പരമാവധി യൂസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, പാസ്സാവാൻ നോക്കുക.